ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് സർവശക്തനായ ദൈവത്തിന്റെ മുന്നിൽ 2 നിമിഷം നമുക്കൊന്ന് മൗനമായി പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു വരാം. നമ്മൾ പ്രൊജക്ട് ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ മോർണിംഗ് വൈബില് ഇത്രയും പേര് കയറിയിട്ടുള്ളത്. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആണ് നമ്മളെ പ്രൊജക്ട് ടെസ്റ്റ്. ഇന്നലെ നമ്മളെ മോർണിംഗ് വൈ സൂം മീറ്റിംഗിൽ നമ്മളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മളുടെ അരുൺ സാറ് വളരെ കൃത്യമായും വ്യക്തമായും നമ്മൾക്ക് ഓരോരുത്തർക്കും അത് ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചപ്പെടുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളുടെ ടെസ്. അതിന് കാരണങ്ങൾ പലതാണ്. കാരണം പല പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ പല കൺസെപ്റ്റുകളും വരലും പോവലൊക്കെ പെട്ടെന്ന് തന്നെ ആവും. ഇതിൽ ഒട്ടനവധി പ്രൊജക്റ്റുകളുണ്ട്. മാനേജ്മെന്റ് ലൈവായിട്ട് നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും നമുക്ക് ഇവിടെ പ്രൊജക്റ്റുകൾ ഉണ്ട്. 100% സ്മാർട്ട് കോണ്ടാക്റ്റോട് കൂടി കൈ നിറയെ പ്രൊജക്റ്റുകളുമായിട്ട് വന്ന ഒരു കൺസെപ്റ്റ് വേറെ ഉണ്ടെന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാരോട് ചോദിച്ചാലും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് തിരിച്ചുള്ള മറുപടി. എന്തായാലും ഞാന് ഇന്നെനിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം, അതായത് ഈ ടെസ്സിൽ ഞാൻ വന്ന് കയറി ഒരു ഡയമണ്ട് റാങ്ക് വരെ എത്തി. അതിന് കാരണക്കാരുകളായ 8 ടെസ്സിന്റെ നെടും തൂണുകളിൽ ഒരാൾ കൂടിയായ എൻ്റെ ലീഡറും അതിലെല്ലാം ഉപരി എൻ്റെ അനിയനും കൂടിയായ കലീലാണ് ഇന്ന് സ്പീക്കറായിട്ട് ഇവിടെ വരുന്നത്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ആദ്യം തന്നെ. കലീൽ ഭായ്, വെൽക്കം. താങ്ക് യു അഷ്റഫ്. എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? കറക്റ്റ് അല്ലേ? നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ഈ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ നിന്ന് ഒരു MC-യും അതുപോലെ തന്നെ ഒരു സ്പീക്കറുമാണ് ഇന്ന് ലൈവിലുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഈ ഒരു പോസ്റ്റ് വന്നപ്പോൾ വലിയൊരു സന്തോഷം തോന്നിയൊരു കാര്യം എന്താ പറഞ്ഞാൽ, ജ്യേഷ്ഠനെ അനിയനും ഒരു പ്രോഗ്രാമിൽ വരിക, അതുപോലെ തന്നെ ആ ആളുടെ സക്സസിന്റെ ബാക്കിലുള്ള ഒരു കാരണക്കാരൻ ഞാനായി മാറുക, അല്ലെങ്കിൽ ഒരു അനിയനായി മാറുക എന്നുള്ള ഒരു വലിയൊരു പ്രത്യേകതയും കൂടിയിട്ട് ഇന്ന് നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനുണ്ട്. ഇന്നലെ അരുൺ സാറിന്റെ സെഷൻ നമുക്ക് കിട്ടിയതാണ്. വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട്. ഒരു മിനിറ്റ് കേട്ടോ, മഴ പെയ്യുന്ന ജനൽ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ, 8 മിനിറ്റ്. പുറത്ത് ഭയങ്കര സൗണ്ട് വന്നു തുടങ്ങി. അപ്പൊ ജനല് തുറന്നിട്ടതുകൊണ്ടേ ഞാൻ പറയുന്നത് എനിക്ക് തന്നെ വ്യക്തമാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാല്, ഇന്നലെ അരുൺ സാറിന്റെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ നമ്മൾ കേട്ടു. അതില് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ശരിക്കും എത്ര ബിലീഫ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചും ആ ഒരു സെഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്ന ഒരു സെഷനായിരുന്നു അത്. അപ്പൊ അത്തരത്തിലുള്ള ഡിജിറ്റലായിട്ട്, ഫിസിക്കലായിട്ട്, അതേപോലെ തന്നെ കമ്പനിയുടെ മറ്റുള്ള അപ്ഡേഷന് കാര്യങ്ങളൊക്കെ വലിയ വലിയ ലീഡേഴ്സ് എന്ന് വെച്ചാൽ ജിൽ മാഷെ പോലെ, അതേപോലെ അരുൺ സാറിനെ പോലുള്ള ആളുകൾ നമ്മളെ മുന്നിൽ വന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിക്കലായിട്ട് നമുക്ക് 2-3 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാം ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വ്യാപ്തി എന്താണ്, ഇത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ടോക്കാണ്. നമ്മള് ഇന്നലെ സംസാരിച്ച രീതിയിലുള്ള വലിയ വലിയ സെഷനൊക്കെ കൈകാര്യം ചെയ്യുന്നതിന്റെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നന്നായിട്ട് വരിക എന്ന് നമ്മളൊരു നോർമൽ ആയിട്ട് ഒരു ടോക്കിലൂടെ പോകുന്നതായിരിക്കുന്നതാണ്. ഇതില് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇന്ന് ഈ ഒരു ബിസിനസ് ഞാൻ എൻ്റെ ബ്രദറിന് കൊടുക്കുമ്പോൾ, പുള്ളിയും ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവാസ ലോകത്ത് ഒരുപാട് കാലം, ഒരു 10-25 വർഷം അല്ലെങ്കിൽ ഒരു 30 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ വന്ന ആളുകളാണ്. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങോട്ട് പോകണം എന്നുള്ളൊരു തയ്യാറെടുപ്പിന്
വേണ്ടി നിന്ന സമയത്താണ് എനിക്ക് സത്യം പറഞ്ഞ ഈ പ്രോജക്റ്റ് കിട്ടുന്നത്. ഈ ഒരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും വരുന്നില്ല, എനിക്കിങ്ങനെ ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു പ്രോജക്റ്റ് നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിനക്ക് പോണ്ടി വരില്ല എന്നുള്ള ഒരു ട്രസ്റ്റ് ഞാൻ കൊടുത്തു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞെന്താ വെച്ചാല്, അതിന്റെ മുന്നേ ചെറിയൊരു രീതിയിൽ ഒരു നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നോട് പുള്ളി പറഞ്ഞൊരു കാര്യം, ഞാനും ചെയ്യുന്നില്ല അത് നീയും ചെയ്യരുത് എന്നാണ് ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയൊരു റിപ്ലൈ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു തീരുമാനമുണ്ട്, ഞാൻ എന്തായാലും ഇത് ചെയ്യുന്നു, നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു, നിനക്ക് വേണമെങ്കിൽ പോവാം. അപ്പൊ എന്റെ ആ ഒരു സംസാരത്തില് അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാനും ചെയ്യാം. അങ്ങനെ പോവാൻ തീരുമാനിച്ച ആള് അയാളുടെ വിസ ഒക്കെ ക്യാൻസൽ ആക്കിയിട്ട് നാട്ടിൽ നിന്നു. നെറ്റ്വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് ഒന്നും കാര്യമായിട്ട് ചെയ്യാത്ത ഒരാള് ഒരു സിസ്റ്റത്തിന്റെ കൂടെ നിന്ന് ഒന്ന് പരിശ്രമിച്ചപ്പോൾ എന്തുണ്ടായി എന്നുള്ളതിന്റെ ഒരു റിസൾട്ടാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഗോൾഡ് റാങ്കും അതിനേക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഡയമണ്ട് റാങ്കും എത്തി എന്നുള്ളത്. നമുക്കറിയാം, കാലാകാലങ്ങളായിട്ട് നമ്മളെ ചെയ്തു വന്ന, അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റി നമ്മളെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നും ജോലി, അല്ലെങ്കിൽ ഈ ഒരു ജോലി വിട്ടു കഴിഞ്ഞാൽ വേറൊരു ജോലി, ഒരു ജോലി നഷ്ടപ്പെട്ടാൽ അടുത്ത ജോലി, വിസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും വിസ പുതുക്കി വീണ്ടും പ്രവാസത്തിലേക്ക് പോകുന്നൊക്കെ അവസ്ഥയാണ് നമ്മൾക്കുള്ളത്. എന്നാൽ ഒരു സാധാരണക്കാരൻ ഒരു നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഏറ്റെടുത്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഡയമണ്ട് റാങ്കിലെത്തിയ അഷ്റഫ്. ഒരു 10-11 മാസത്തിന്റെ ഉള്ളിൽ വളരെയധികം വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അതിനോട് കൂടെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, എല്ലാ മാസവും 1 ലക്ഷം രൂപ നമുക്ക് ശമ്പളമായി കിട്ടുന്ന ഒരു റോയൽറ്റി അദ്ദേഹത്തിനുണ്ട്. ഇത് മറ്റുള്ള ഒരു പ്ലാറ്റ്ഫോമിലും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോപ്പായിട്ട് എന്നുള്ള ഒരു ഓർഗനൈസേഷന്റെ കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളതും, അതുപോലെ തന്നെ ഞങ്ങൾ 8 ആളെ സംബന്ധിച്ചും ഈ ഒരു മേഖല കെട്ടിപ്പടുത്തുയർത്തിയാൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ 8 ആളും വിഷ്വലൈസ് ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളതുമാണ്. ഒരു സമയത്ത് ഈ ഒരു ബിസിനസ് നമുക്ക് കിട്ടിയ സമയത്ത് ഒരു രീതിയിൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമുക്ക് ലീഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയാനോ ഒന്നിനും പറ്റാത്തൊരു സമയമായിരുന്നു. അന്ന് ഞങ്ങൾ 8 ആൾ കൂടി ചെയ്തത്, ഫ്രഷ് ആയിട്ടുള്ള ആളുകളെ കാണുക, 100ന്റെയും 150ന്റെയും 200ന്റെ ഒക്കെ ഐഡിയ അടിച്ചിട്ട് വളരെ മന്ദഗതിയിൽ വളരെ സ്ലോ ആയിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു ഏകദേശം ഒരു 1.5 വർഷത്തിനുള്ളിൽ 10-20 ആയിരത്തോളം കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ടോപ്പ് 8 എന്നുള്ള ഓർഗനൈസേഷനിൽ എല്ലാവരും ഈ ഒരു ബിസിനസ് കിട്ടിയ സമയത്ത് ഭയങ്കരമായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കരമായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഇത് ഒരാളോട് പറയുന്ന സമയത്ത് മാർക്കറ്റൊക്കെ വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഫുള്ളി റിജക്ഷൻ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഇന്ന് അതേപോലെ ഒരു കുറച്ച് സമയം കൊണ്ട് പിന്നിട്ടപ്പോ നമുക്ക് ഈ കമ്പനി പറഞ്ഞ സമയത്ത് തന്നെ അതിന്റെ കൃത്യമായ പ്ലാനും അതേപോലെ പ്രോജക്റ്റും നിലവിൽ കൊണ്ടുവന്നിട്ട് ഇന്ന് നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളെ ഈ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഇത് ഏറ്റെടുത്ത ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഈ സ്ക്രീനിൽ കാണുന്ന പല സാധാരണക്കാരും ഇന്ന് $400-500 ഡെയിലി വരുമാനം മേടിക്കുന്നത്. അപ്പൊ ആ ഒരു തീരുമാനത്തിനെ നെഞ്ചോട് ചേർത്ത് പരിശ്രമിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ എന്താ പറയാ, ഒരു പിശുക്കന് എന്താ പറയാ നാണയം കിട്ടിയതുപോലെ അതിങ്ങനെ ക്ലാ പിടിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ ഉള്ള പല ഐഡിയകളും ഉണ്ട്. നമ്മളെ കൂടെ ഇതിൽ തുടക്കത്തിൽ ജോയിൻ ചെയ്ത ആളുകൾ ഇന്ന് 2x മേടിച്ചിട്ട് ആ ഒരു ഐ ഡി തുറന്നു നോക്കാതെ എന്തോ ആയിപ്പോയ ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു സൂം മീറ്റിംഗിൽ നമ്മൾ കാലത്ത് കാണുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ഇതിൽ. എല്ലാ ദിവസവും ക്യാമറ ഓണാക്കി ഇത് നെഞ്ചോട് ചേർത്ത് എന്താ പറയാ, ഇതുവരെ ചെയ്തിരുന്ന ജോലിയിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത ഉണ്ടാവും, അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നുള്ള ഒരു 100% മനസ്സിലുറപ്പിച്ച് തീരുമാനിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളാണ് ഇന്ന് ഈ 6 മണി 6:30 സമയമാകുമ്പോൾ എല്ലാ ദിവസവും, ഇന്ന് ഏകദേശം 234ാമത്തെ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നും ഈ രാവിലെ നമ്മളെ മുന്നിൽ വരുന്ന കുറെ മുഖങ്ങളുണ്ട്. അവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലുമൊക്കെ പുതിയ നോളജ് കിട്ടുമെന്നും, അതേപോലെ തന്നെ എന്താ പറയാ, വ്യത്യസ്തങ്ങളായിട്ടുള്ള സെഷൻ നമ്മൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും, അതേപോലെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എല്ലാ ദിവസവും ആളുകൾ എന്ത് ചെയ്യുന്നത്, വളരെ കൃത്യമായിട്ട് ഈ സൂമിലിരിക്കുന്നത്.
കുറച്ച് ദിവസം മുന്നേ ടിറ്റോ സാറിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം പുള്ളിയുടെ ജീവിതശൈലി, പുള്ളിയുടെ ഡെയിലി റൊട്ടൈൻ, അതേപോലെ തന്നെ ഫുഡിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു സെഷൻ കിട്ടി. അതിന്റെ മുന്നേ നീതു മാം നല്ല ഭംഗിയായിട്ട്, വളരെ എന്താ പറയാ, കൃത്യമായും അതേപോലെ തന്നെ വ്യക്തമായിട്ടും കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലീഡർക്ക് വേണ്ടുന്ന ഗുണങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാ ദിവസവും നമ്മളെ ഈ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് നോളജിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ ഒരു സിസ്റ്റത്തിനെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു ദിവസം ഒരറിവെങ്കിലും കിട്ടി, ഒരു 100 ദിവസം അല്ലെങ്കിൽ ഒരു 50 ദിവസം നമ്മളെ മുന്നിൽ കിട്ടുമ്പോൾ അത്രയും ദിവസത്തെ നോളജ് നമുക്ക് ഉണ്ടായതിന്റെ പേരിൽ മാത്രം അവർക്ക് റിസൾട്ട് ഉണ്ടായി വരുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ മൈക്ക് പിടിക്കാനോ അല്ലെങ്കിൽ ഒരു രണ്ടാളെ കണ്ട് അവരോട് സംസാരിക്കാനോ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനടക്കം എനിക്കൊന്നും ഒരു ആളുകളെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു കഴിവൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ നമ്മളൊരു പോസിറ്റീവ് സോണിൽ നിന്നപ്പോൾ നമ്മളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകളിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ബിസി ആയിട്ട്, അല്ലെ അതേപോലെ തന്നെ നാട്ടിൽ നിൽക്കുന്നതിന് പകരം പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളെ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം ഓടി നടന്നപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ നമുക്കുണ്ടായ വ്യത്യാസങ്ങൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. മറിച്ച് നമ്മളെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾ വ്യക്തമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ, ഇന്ന് നമുക്ക് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കമ്പനി എന്താണെന്ന് അറിയാം, അതുപോലെ തന്നെ നമുക്ക് പ്രൊജക്ട് എന്താണെന്ന് അറിയാം, അതേപോലെ തന്നെ ഇതിന്റെ ഇൻകം പ്ലാൻ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം, നമ്മളെ ടീം എന്താണെന്ന് അറിയാം. എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായ ആളുകളാണ്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടു സക്സസ്? എന്താണ് വിജയിക്കാൻ വേണ്ടുന്ന നമുക്ക് വേണ്ടുന്ന ഒരു ഫോർമുല എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സാധ്യതകൾ വലുതാണ്. ഈ ടെസ് എന്നുള്ളത് നമുക്കറിയാം, ഗ്ലോബലി നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ സാധ്യതകൾ ഇതിൽ നമുക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഈസി വേ? എന്താണ് അതിന്റെ ഈസി വേ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൽ വിജയിച്ച ഒരുപാട് ആളുകളുണ്ട്, അവരെ നോക്കി പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നെറ്റ്വർക്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നാളെയും ചെയ്യുന്നത്. ഇന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നാളെയും ഇതിൽ പറയാനുള്ളത്. ഡ്യൂപ്ലിക്കേഷൻ മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വിജയിക്കാനുള്ള ഏക ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഒരു ആഗ്രഹം നമ്മളെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ള, അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് നമ്മളെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ രീതിയിൽ ഇന്നലെ അരുൺ സാർ പറഞ്ഞു, നമ്മളെ ഫസ്റ്റ് ലെവലിൽ ഒരു 10 ആളെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 ആള്, രണ്ടോ മൂന്നോ ആളുകളെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ നമ്മളെ ഇൻകത്തിന് എന്താ സംഭവിക്കുക, നമുക്ക് കിട്ടുന്ന മാറ്റങ്ങൾ എന്താണ്? അപ്പൊ ഒരു 10 ആളെ ക്രിയേറ്റ് ചെയ്യാനുള്ള കുറഞ്ഞൊരു എന്താ പറയാ, ദ റൈറ്റ് മൈൻഡ് സെറ്റും അതേപോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സ്കില്ലും ആക്ഷനും കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഗ്രാൻഡ് സക്സസ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഉദാഹരണമാണ് ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ, ഇതിൽ സജീവേട്ടനുണ്ട്, അതേപോലെ തന്നെ അഷ്റഫിക്ക ഉണ്ട്, അതേപോലെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. നമ്മൾ അവരൊക്കെ ഐഡിയ ഒക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ 200ഉം 300ഉം അതേപോലെ തന്നെ 250 400ഒക്കെ ഡെയിലി എന്താ പറയാ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്കിത് ഇതിന് രണ്ട് നിലയ്ക്ക് ഏറ്റെടുക്കാം. ഒന്ന്, ഇതൊരു മണി ചെയിൻ ആണെന്നുള്ള, ഇപ്പൊ ഇന്നലെ സെഷന്റെ അടിയിൽ ഒരു കമന്റ് വന്നു, ഇത് പൊട്ടുന്ന ബിസിനസ് അല്ലേ എന്ന്. ഞാനതിന് ചെറിയൊരു റിപ്ലൈ പുള്ളിക്ക് കൊടുത്തു, സുഹൃത്തെ, ഈ ഒരു പ്ലാൻ ഒന്ന് കേൾക്കൂ, ഈ ഒരു പ്രോജക്റ്റിന്റെ വ്യാപ്തി എന്താണെന്ന് അറിയൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുള്ളതിന്റെ പേരിലാണ് നമ്മൾ എല്ലാ ദിവസവും ഇതിന്റെ മുന്നിൽ വന്നിരിക്കുന്നതും ജീവിതം പച്ച പിടിക്കാൻ പറ്റും എന്നുള്ളതും ഉള്ള ലാബിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു വ്യക്തമായ തീരുമാനം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രാവിലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്നാൽ ചില ആളുകളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കമ്പനിയും പോലെ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും ആയി പോകുന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ എന്താണ്, ഇതൊന്നും കൂടി വിസിബിൾ ആവട്ടെ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഇതിന്റെ പ്രോജക്റ്റ് നോക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഡിമാൻഡഡ് ആയിട്ടുള്ള പല പദ്ധതികളും വരാനിരിക്കുന്നുണ്ടെന്ന് അറിയാം. അതൊക്കെ പൈപ്പ് ലൈനിലാണ് നമുക്കറിയാം. അതേപോലെ തന്നെ ഇത് ട്രെൻഡിങ് ആണെന്നുള്ളത് നമുക്കറിയാം. 3D ഗെയിം അടക്കമുള്ള വലിയ വലിയ ഗെയിമുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയാണ് നമുക്കറിയാം. വിദേശ കമ്പനികളൊക്കെ എത്രയോ കോടിക്കണക്കിന് രൂപയാണ് നമ്മളെ ഈ മാർക്കറ്റിൽ നിന്ന് ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്നത്. അല്ലേ? കറക്റ്റ് അല്ലേ? അതേപോലെ തന്നെ ഒരുവിധ പ്രോജക്റ്റും ഇല്ലാതെ നമ്മളെ മുന്നിൽ വന്ന് കോടികളും ലക്ഷങ്ങളും അടിച്ചു കൊണ്ടുപോയ കമ്പനികളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ടെസ് എന്നുള്ള കമ്പനി അതിന്റെ എന്താ പറയാ ആ ഒരു
മുൻകാല പേര് ദോഷം ഉണ്ടല്ലോ, അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കമ്പനിയാണിത്. ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വിഷൻ, ഇത് എവിടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു പണിക്ക് പോണ്ടി വരില്ല. അത് 100% ഉറപ്പാണ്. ഞാൻ ഈ പറഞ്ഞ എന്താ വെച്ചാല്, ഒരു ബിസിനസിന്റെ വിജയത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അതിലെന്താന്ന് വെച്ചാല്, നമുക്കൊരു എന്താ പറയാ, ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷ്വലൈസേഷൻ വേണം. ഞങ്ങൾ 8 ആളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, $9 $8 ഡെയിലി കിട്ടുന്ന സമയത്ത് നമ്മളത് പങ്കുവെക്കുമ്പോൾ $1 അല്ലെങ്കിൽ $2 ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നിന്ന് മാറി ഇന്ന് നമ്മളുടെ എല്ലാ ഐഡികളും 8 ഐഡി ഫോക്കസ് ചെയ്തു പോകുന്ന ആളുകളാണ് ഞങ്ങൾ 8 ആളുകളും. ഈ 8 ഐഡിയും ഏകദേശം നല്ല ലെവലിൽ ഡയമണ്ടിലും അതുപോലെ തന്നെ ഗോൾഡിലും അതുപോലെ തന്നെ എന്താ പറയാ ബ്ലൂ ഡയമണ്ടിലൊക്കെ കിടക്കുന്ന ഐഡികൾ നമുക്കുണ്ട്. ഇതേപോലെ അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന ഒരു 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 കൂട്ടം ആളുകളുടെ റിസൾട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളൊക്കെ ശരിക്കും സാധാരണക്കാരാണ് കേട്ടോ. അതേപോലെ ജിൽ മാഷെ പോലെ അല്ലെങ്കിൽ അരുൺ സാറിനെ പോലെ ഒന്നും വലിയ രീതിയിൽ ഒരു ഒരു ആളുകളെ ശരിക്കും ലീഡ് ചെയ്യാനുള്ള ഒരു കഴിവൊന്നും നമുക്കില്ല. അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു സെഷൻ എടുത്തിട്ട് അത്രത്തോളം അറിവ് പകർന്നു കൊടുക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. പക്ഷേ ഞങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഇൻസൾട്ട് ചെയ്ത ആളുകളുടെ മുന്നിൽ നീർന്ന് നിവർന്ന് നടക്കാൻ പറ്റണം എന്നുള്ളതും, അതേപോലെ തന്നെ നമ്മൾ വഴി എന്തൊക്കെ ലാബിലിറ്റി ഇവിടെ വന്നിട്ടുണ്ടോ ആ ലാബിലിറ്റിനെ അവരുടെ മുന്നിൽ അത് തീർത്തിട്ട് അവരുടെ മുന്നിൽ വളരെ മാന്യമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു എന്താ പറയാ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു തീരുമാനം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇന്ന് വണ്ടി മേടിച്ചതും അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്കറിയാം ഒരു വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ആദ്യം മുതൽ അവസാനം വരെ പണിയെടുത്താൽ കിട്ടുന്ന റിസൾട്ടാണ് ഒരു വീട് എന്നൊക്കെ പറഞ്ഞാൽ കോടികൾ വേണം അല്ലെങ്കിൽ ലക്ഷങ്ങൾ വേണം. ഇന്ന് പല ആളുകളും തലയെടുക്കുന്നു, അതേപോലെ തന്നെ വീട് മേടിക്കുന്നു, ഉള്ള വണ്ടി വിറ്റ് പുതിയ വണ്ടികൾ എടുക്കുന്നു, അതേപോലെ അവരുടെ ഡ്രീമിലേക്ക്. അതേപോലെ തുടക്കത്തിൽ നമ്മൾ നിലം തൊടാതെ ഓടിയ സമയം ഉണ്ടായിരുന്നു, ഒരു 5, 6, 7 മാസത്തൊക്കെ. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ ടീമിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഇപ്പൊ പഴയതുപോലെ ഓടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാല് നമ്മളടിയിലും ഇപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്തരം ലീഡേഴ്സ് ഇപ്പൊ വന്ന ലീഡേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങോട്ട് പോകുന്നു, ഇതിനൊരു വ്യക്തത ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞു വന്ന ലീഡേഴ്സാണ്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഡേഴ്സ് ഒക്കെ നല്ല രീതിയിൽ നമ്മളെ സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഈ കമ്പനിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടോ, ആ ധാരണ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റുന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ ഈ പവർ ഓഫ് വിഷ്വലൈസേഷന്റെ കാര്യം പറയുന്നത്, ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട് ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞ വെറും 15 വയസ്സുള്ള ഒരു പയ്യന്റെ പല ക്ലിപ്പുകളും ചില റീലുകളൊക്കെ കാണാൻ പറ്റി. അപ്പൊ നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കർ, ബ്രയൻ ലാറ, അതേപോലെ തന്നെ ക്രിസ് ഗെയിൽ പോലത്തെ ആളുകളുടെ ഒക്കെ വലിയ വലിയ റെക്കോർഡുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാല് IPL എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സെഷനിൽ ഈ ഒരു സീസണിൽ നമുക്കൊക്കെ പുതുമയാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 15കാരൻ വന്നിട്ട് ഗ്രീസിൽ വന്നിട്ട് അത്ഭുതം കാണിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു 15 വയസ്സുകാരന് പ്രായത്തിൽ കൂടിയ പക്വതയോ അല്ലെങ്കിൽ ഹൈറ്റോ വെയിറ്റോ മറ്റുള്ള എന്താ പറയാ മറ്റുള്ള ആളുകളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഒന്നുമില്ല. പക്ഷെ അവിടെ എന്താണെന്ന് പറഞ്ഞാല് ഒരു ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഞാൻ സ്റ്റമ്പിന്റെ ബാക്കിൽ ഇരുന്നിട്ട് ഓരോരോ പന്തും വരുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഞാൻ അതിനെ നേരിടുന്നതെന്നാണ്. അപ്പോ പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടി സ്റ്റമ്പിന്റെ ബാക്കിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു. സ്റ്റമ്പിന്റെ ബാക്കിൽ കണ്ണടച്ചിരുന്നിട്ട് ഓരോരോ ബോളും എങ്ങനെ വരുന്നു, പേസ് എങ്ങനെ വരുന്നു, ഫാസ്റ്റ് എങ്ങനെ വരുന്നു, സ്പിൻ എങ്ങനെ വരുന്നു, അതേപോലെ ഓവർ പിച്ച് ബോൾ എങ്ങനെ വരുന്നു, ഫുൾ ടോസ് എങ്ങനെ വരുന്നു എന്നൊക്കെ വ്യക്തമായിട്ട് ഇരുന്നിട്ട് മൈൻഡ് സെറ്റിൽ നമ്മളെ മെമ്മറിയിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വിഷ്വലൈസ് ചെയ്തിട്ട് ഗ്രീസിൽ വന്നിട്ട് ആള് പെർഫോം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ റിസൾട്ട് അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. 30 35 ബോളിലൊക്കെ സെഞ്ചുറി അടിച്ചിട്ട് ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരാളാണ് വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് വേണ്ട എന്താന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ട് ഇതൊരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, അവർക്ക് ഇവിടെ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ പറ്റുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പഴയ പാട്ട് പാടിയിട്ടൊന്നും കാര്യമില്ല. നമ്മളെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും എന്തല്ല ഒരാളും നമ്മളെ മുന്നിൽ കൊടുന്ന് വെച്ച് തരില്ല എന്നുള്ളതാണ്. നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങണമെന്നേ. അല്ലാതെ ഈ പറഞ്ഞ പോലെ പല നെഗറ്റീവ്സും കേട്ട് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരം നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയ ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ മണ്ടത്തരം, അത് ശരിയായി വർക്ക് ചെയ്യിക്കാൻ പറ്റാത്തൊരു മണ്ടത്തരം അയാളുടെ ജീവിതത്തിൽ വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തിന് ഇപ്പോൾ മൈക്രോ മീറ്റുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരു ഒരു
ഒരു 10-20 ആളെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ മൈക്രോമീറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വലുതാണ്. ഇന്ന് ഷാഫിയ, റഹീന മേഡം, അതേപോലെ തന്നെ പല ലീഡേഴ്സും അവരൊക്കെ അടിക്കടി ഒരാഴ്ച കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ആകുമ്പോഴത്തേനൊക്കെ അവർ മൈക്രോമീറ്റ് വെക്കുന്നു. അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ്. നമ്മളെ ജീവിതം നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളതും നമ്മൾക്ക് വേണ്ട അംഗീകാരം എങ്ങനെ ആവണം എന്നുള്ളതും പേരും പ്രശസ്തിയും പണവും ആരോഗ്യവും നമ്മളെ സറൗണ്ടിങ് എങ്ങനെ ആവണം എന്നുള്ളതൊക്കെ നമ്മൾ ശരിക്കും വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നമുക്ക് എന്താ പറയുക കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്. ടോപ്പ് 8ന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇപ്പൊ മാർക്കറ്റിൽ നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറി കിട്ടുന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതും 100% ഉറപ്പാണെന്നുള്ളത് ഇതിവിടെയുള്ള സാധാരണക്കാർ തെളിയിച്ചതാണ്. അതേപോലെ തന്നെ ടോപ്പ് 8 തെളിയിച്ചതാണ്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ലീഡേഴ്സിന് അത് അനുഭവമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഗോൾഡ് റാങ്കിലും ഡയമണ്ട് റാങ്കിലൊക്കെ എത്തുന്ന ലീഡേഴ്സിനെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചൊക്കെ ഒരു എന്താ പറയാ ഒരു വിഷൻ ഉണ്ടാവുക, അതേപോലെ തന്നെ ആൾക്കാരായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടാവുക, ലക്ഷ്യങ്ങളും പ്രതീക്ഷകളൊക്കെ ടീമിന് കൊടുക്കാനുള്ള ഒരു 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 സ്കിൽ ഉണ്ടാവുക, അതേപോലെ ടീമിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവുക, തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ നമുക്കറിയാം ടീം വലുതാവും തോറും നമുക്ക് എന്താ പറയാ പ്രശ്നങ്ങൾ കൂടെ ഉള്ളൂ. നമുക്ക് ഈ സിസ്റ്റത്തിന്റെ പിന്നാലെ നടന്ന് ടീം ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടെ ടീമിന്റെ പ്രശ്നങ്ങളും കൂടെ. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവുണ്ടാവുക, പ്രശ്നം പരിഹരിച്ച് വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് പോവുക, അതേപോലെ തന്നെ നമ്മളെ കൂടെ വന്ന ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഒരു പ്രതിബദ്ധത ഉണ്ടാവുക നമുക്ക്. എന്താ വെച്ചാൽ ചില ആളുകളൊക്കെ ഇപ്പൊ ഞങ്ങളിപ്പോ കോഴിക്കോട് മിനിഞ്ഞാന്ന് വർക്കിന് പോയപ്പോ ആ ലേഡി നമ്മളോട് പറയുന്നുണ്ട്, വന്ന കുറെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, ഞങ്ങളെ കുറിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞത്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു നാണക്കേടാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സിസ്റ്റം പൊട്ടുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിൽ നിൽക്കുന്ന ആളുകൾക്ക് അത് വലിയ മോശത്തരാണ്. നമുക്ക് പിന്നെ ആ പബ്ലിക്കിലേക്ക് നമ്മൾ എന്താണോ മെസ്സേജ് കൊടുക്കുന്നത് ആ മെസ്സേജിന് വേണ്ട രീതിയിലുള്ള ഒരു റിസൾട്ട് അപ്പൊ കിട്ടാറില്ല. ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം തകർന്നു പോകുമ്പോഴും ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കും അത് നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്നുണ്ട്. പല ലീഡേഴ്സും ചെയ്യുന്ന കുറെ വേണ്ടാത്തരങ്ങൾ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ അല്ലാത്ത രീതിയിലൊക്കെ ബിസിനസ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ലീഡേഴ്സിന് അവരെ ഫേസ് ചെയ്യാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ലേഡി എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, ഇവിടെ കുറെ ആളുകൾ വന്നു പൈസ ഇട്ട് പോയി, അവരെ റൈറ്റ് ആയിട്ടൊന്ന് ഡയറക്റ്റ് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അതല്ലെങ്കിൽ അവരുടെ കൺഫ്യൂഷൻ തീർത്തു കൊടുക്കാനോ തയ്യാറാവാതെ ഫസ്റ്റ് ടൈമിൽ വന്നിട്ട് പോയിട്ടുള്ള ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസ് നമ്മൾ ഈ മാർക്കറ്റിൽ കേൾക്കുന്നതാണ്. അപ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനും അംഗീകരിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സുണ്ടാവുക, അതേപോലെ തന്നെ നമുക്ക് എല്ലാം പൊരുത്തപ്പെട്ടു പോകാനുള്ള ബിസിനസ് ലോകം നമുക്കറിയാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ട് അതിനനുസരിച്ചിട്ട് തന്ത്രങ്ങൾ മെനയാനും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഒരു കുറച്ച് വിശ്വാസം നേടിയെടുക്കാം നമ്മുടെ ടീമിന്റെ ഇടയിലൊക്കെ. അയാൾ ഒരു കളഞ്ഞ ലീഡറാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു എന്താ പറയാ ഞാൻ നന്നാവണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണെന്നൊക്കെയുള്ള ഒരു എന്താ പറയുക ടീമിന്റെ ഇടയിൽ തന്നെ ഒരു മോശമില്ലാത്ത രീതിയിൽ ഒരു പേരുണ്ടാക്കി എടുക്കാനുള്ള ഒരു ഒരു സഹാനുഭൂതി, ഒരു എമ്പതി ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ്. അതേപോലെ തന്നെ അവസരങ്ങളൊക്കെ നൽകുക. നമ്മളെ ടീമിന് എന്ത് ചെയ്യുക, നമ്മളെന്നെ കാര്യങ്ങൾ പഠിപ്പിക്കുക. കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവരെന്നെ ഒരുപാട് ഐഡിയകൾ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അറ്റം ഉണ്ടാവില്ല, അത്രയും ഐഡിയകൾ സ്വന്തമായിട്ട് മാനേജ് ചെയ്യുക, വിഡ്രോവൽ എടുത്ത് കൊടുക്കുക, ഈ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യും. മറിച്ച് അവരത് പഠിപ്പിച്ചാലാണ് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഒരു ബോധമില്ലാത്ത പല ആളുകളുമുണ്ട്. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യുക, ടീമിന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹരിക്കാനുള്ള കഴിവുണ്ടാവുക, അത്യാവശ്യം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെ പ്രോജക്റ്റുകൾ എന്താണെന്ന് പറഞ്ഞ് അതിലേക്ക് അടുപ്പിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ എത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളും അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം ഓരോ വെല്ലുവിളികളൊക്കെ നേരിടുന്ന ആളുകളാണ്. ഈ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചിട്ട് മുന്നോട്ട് പോകാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരൊറ്റ ഫോർമുല മാത്രം അഡോപ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. 100% നിങ്ങൾക്ക് വിജയം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ് അഷ്റഫ്ക്ക്. താങ്ക് യു ഖലീൽ. എല്ലാവരും കേട്ട് കാണും ഖലീലിന്റെ സ്പീച്ച് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കാരണം
ഇത്രയും നല്ലൊരു സിസ്റ്റത്തിൽ വന്നിട്ട് ഇന്നും എന്ത് ചെയ്യണം എന്നറിയാതെയോ അല്ലെങ്കിൽ ഇതിൽ ഇപ്പോഴും വിശ്വാസമില്ലാതെ നിൽക്കുന്ന ഒരുപാട് ലീഡർമാരുണ്ട്. ഞാനും അതിൽപ്പെട്ട ഒരാളായിരുന്നു. തുടക്ക സമയത്ത് ഞാൻ ഒരു ലേശം മമർച്ച് നിന്ന ഒരാളാണ്. പിന്നീടാണ് ഞാൻ ഈ ഒരു ബിസിനസിന്റെ ഡെപ്ത് എന്താണെന്നും അതിന്റെ റോഡ് മാപ്പ് എന്താണെന്നും അതിന്റെ മാനേജ്മെന്റ് ആരാണെന്നും എന്തൊക്കെയാണ് അതിൽ പ്രൊജക്റ്റുകൾ ഉള്ളതെന്നും എല്ലാം വളരെ വിശദമായി പഠിച്ച് അത് നാലാളിലേക്ക് എനിക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഇതിലേക്ക് എന്നെ കൊണ്ടുവന്ന 8 ലീഡർമാരിൽ എന്റെ അനിയനാണ് എന്നെ ഇതിലേക്ക് സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഒന്ന് കൂടുന്നത്. അപ്പൊ കുറെ കാലം ഇതിന്റെ സൂം മീറ്റിൽ കയറാതെയും അതേപോലെ തന്നെ ഇത് ഇതിന്റെ മുന്നേ വന്ന പല നെറ്റ്വർക്കായി നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇതും അങ്ങനെ ആയിപ്പോന്നുള്ള ഒരു ഭയത്തോടു കൂടി നോക്കി നിന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പിന്നീട് നമ്മളെ മാനേജ്മെന്റുമായിട്ടും നമ്മളെ ടോപ്പ് 8 ലീഡർമാരുമായിട്ടും ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടുള്ള പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൺസെപ്റ്റിന്റെ അടിത്തറ എന്താണെന്നും ഇത് മറ്റുള്ളതുപോലെ കാറ്റിൽ ആടി ഉലയില്ല എന്നൊക്കെ എനിക്ക് കൃത്യമായി മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ചെറിയ ടീമിനെ ഇവിടെ ഡെവലപ്പ് ചെയ്തപ്പോ എനിക്ക് ഇന്ന് കലീൽ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം വിദേശത്ത് പോലും പോയി ജോലി എടുത്താൽ പോലും കിട്ടാത്ത അത്ര ശമ്പളം എനിക്ക് ഒരു മാസം 1 ലക്ഷം രൂപയോളം, അതായത് $1000 എനിക്ക് ഇവിടെ സാധാരണക്കാരനായ എനിക്ക് ഇതിൽ നിന്ന് വാങ്ങാൻ ചെറിയ സമയം കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരും ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റുന്നതാണ്. അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കൂടെ വന്ന ആൾക്കാരെ നമ്മളെ ചേർത്ത് പിടിക്കുക, അവരിൽ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ലീഡർമാർക്കുള്ള കോട്ടിങ് നമ്മൾ സ്വയം നന്നാവുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ കൂടെ വന്നവർ നമ്മളെക്കാൾ ഉയരങ്ങളിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ നമ്മളങ്ങ് പോയിക്കോളും. നമ്മൾ വളർത്താനും നിൽക്കണ്ട, അവര് വളർത്തിക്കോളും നമ്മളെ. അപ്പോ ഈ ബിസിനസ് എന്താണെന്നും ടെസ് എന്താണെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഇപ്പോഴും മനങ്ങാപ്പറ പോലെ ഇരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എന്റെ ടീമിലും ഉണ്ടാവാം, പല ടീമിലും ഉണ്ടാവും. അവരോടൊക്കെ ഇനിയും നിങ്ങൾ ഇത് നോക്കി നിന്നാൽ എന്താ പറയാ, കഴിവുള്ള ഒരുപാട് ലീഡർമാർ വരുന്നുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ വളരുന്നത് നമ്മളുടെ മുന്നിലൂടെ വളർന്നു പോകുന്നത്, നമ്മൾക്ക് പിന്നിൽ വന്ന ലീഡർമാർ നമ്മുടെ മുന്നിലൂടെ വളർന്നു പോകുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാഴ്ചയായി നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നല്ലൊരു പ്രൊജക്റ്റുകളുള്ള കൺസെപ്റ്റ് എന്നുള്ളതും മറ്റേ എല്ലാ കൺസെപ്റ്റിനും ഇപ്പൊ എല്ലാ ഒരു മേഖലകളിലേക്ക് എത്തി നോക്കുകയാണെങ്കിലും ഓൺലൈനായിട്ടാണ് എല്ലാ സാധനങ്ങളും. എന്തിനാ ഇവിടെ നമുക്കൊരു എന്തൊരു സാധനം മാർക്കറ്റിൽ കിട്ടുന്ന സാധനം നമ്മളൊരു മൊബൈൽ എടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ വീട്ടുമുറ്റത്ത് എത്തുന്ന കാലമാണ്. പഴയ കാലഘട്ടങ്ങളൊന്നുമില്ല. പണ്ട് ചാക്കും കാശൊക്കെ ആയിട്ട് മാർക്കറ്റിൽ പോയി വില അന്വേഷിച്ച് നടന്നു വാങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി നമ്മളെ ചെറിയ കുട്ടികൾ വരെ, നമ്മളെക്കാൾ ഒരുപാട് പ്രായത്തിൽ വ്യത്യാസമുള്ള ചെറിയ മക്കൾ വരെ ഓരോരോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വീട്ടിലേക്ക് വരുത്തുന്ന, എന്തിന് 2 പാട്ടി ഒരു ബീഫും വേണമെങ്കിൽ പോലും ഒരു ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ വീട്ടിലെത്തുന്ന കാലം. അപ്പൊ ആ കാലഘട്ടം മാറുന്നതിനോടനുസരിച്ചിട്ട് അതിനോട് സഞ്ചരിക്കാതിരുന്നാൽ അത് എല്ലാതും ഇത് തട്ടിപ്പാണെന്നും അല്ലെങ്കിൽ ഇതെല്ലാം ഒരുപാട് വന്നു പോയതാണെന്നൊക്കെ ഒരു മുൻവിധിയോട് കൂടി ഇരിക്കുന്ന ഒരുപാട് ലീഡർമാരുണ്ട്. എനിക്ക് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ഫിനാൻഷ്യൽ ഫ്രീഡം അതിലെ കൂടുതൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ കലിയിലൊക്കെ ഒരുപാട് പ്രവാസിയായിരുന്നു. കാരണം ഒരു എംപ്ലോയി ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എത്ര പോറാണെന്നുള്ളത് ശരിക്കും അനുഭവിച്ച് അറിഞ്ഞ ആൾക്കാരാണ് ഞാൻ. പ്രത്യേകിച്ച് നമ്മളെ വീടും നാടും വീട്ടുകാർ കുടുംബക്കാരും ഉമ്മയും വാപ്പയൊക്കെ വിട്ട് നമ്മൾ നിൽക്കുമ്പോൾ എത്രത്തോളം ഒരു സൈക്കിളിന്റെ ചെയിന് തിരിയുന്നത് പോലെ ഡെയിലി ഒരേ റൊട്ടേഷനിൽ കാലത്ത് നീക്കുക, ചായ കുടിക്കുക, പണിക്ക് പോവുക, തിരിച്ചു വരിക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ജീവിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അതിൽ നിന്നും എനിക്ക് എന്റെ കുടുംബത്തോടൊപ്പം എന്റെ മക്കളുടെ കൂടെ ഇരുന്നിട്ട് എന്റെ സഹോദരങ്ങളുടെ കൂടെ ഇരുന്നിട്ട് എനിക്കിന്ന് അവിടത്തേനേക്കാൾ കൂടുതൽ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കാരണം ടെസ്സും എന്റെ അനിയനും തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷം എനിക്ക് ഇങ്ങനെ എന്റെ അനിയന്റെ കൂടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ന് റൂമിൽ വരാൻ കഴിഞ്ഞത് സ്തുതി. ഒരു കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിച്ചത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നും ഇന്ന് ഞാൻ അനുഭവിക്കുന്നതാണ്. എന്റെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നോരോന്ന് ഈ ഒരു കൺസെപ്റ്റ് വന്നിട്ടാണ് എനിക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പല വേദികളിലും ഞാൻ പറഞ്ഞത് കാരണം ആവർത്തന വിരസത വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. എന്റെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ നിറവേറ്റുന്നല്ല, എന്നാലും പകുതിയോളം സ്വപ്നങ്ങൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 25 വർഷം പ്രവാസത്തിൽ നല്ലൊരു ജോലിയിൽ നിന്ന് എനിക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും ചുരുങ്ങിയ ഒരു 1-1.5 കൊല്ലത്തിന്റെ ഉള്ളിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിച്ചറിഞ്ഞാല് കൺസെപ്റ്റിന്
ഇറങ്ങി നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ വേണ്ടത് നമ്മളെ കൂടെ വന്ന ഓരോരുത്തരും നമ്മൾ അത്രയും കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അവരുടെ കാര്യങ്ങൾ നമ്മൾ അവരന്വേഷിക്കുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോവുക. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ കൊടുക്കുക. ഇത് മാത്രമല്ല, നമ്മളെ കൊണ്ടുവന്ന ലീഡർമാരെ ആത്മാർത്ഥമായിട്ട് അവരെ കൂടെ നിൽക്കുക. എന്തൊരാവശ്യങ്ങളും സംശയങ്ങളും ഉണ്ടെച്ചാൽ അവരോട് ചോദിക്കാൻ ഒരു മടിയും കൂടാതെ തന്നെ അവരോട് ചോദിക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാക്കി ഓരോരുത്തരും മുന്നേറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മറ്റ് ഏതൊരു ഫീൽഡിൽ നിന്നും ഏത് പ്രൊഫഷനിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ വരുമാനം ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. യാതൊരു വിഷയമില്ല. എന്തായാലും സമയം ഒരുപാട് വൈകി പോയി തോന്നുന്നു. അപ്പൊ ഇന്നത്തെ സെക്ഷൻ അറിയിക്കുന്നു. ഇനി എല്ലാവരും നിങ്ങളെ ഈ ഒരു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു ഇതിലേക്ക് ക്ഷണിച്ച നിങ്ങളുടെ ലീഡർമാരോ അല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ആയ പലരും ആവും നിങ്ങളെ ഈ സൂം ലിങ്ക് ഒക്കെ ഇട്ടുന്നുണ്ടാവും. അവരോട് സംശയങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക. എന്തായാലും ഇത് വന്ന ഓരോരുത്തരും ഭാഗ്യവാന്മാരും വരാത്തവര് നിർഭാഗ്യവാന്മാരും തന്നെയാണുള്ള യാതൊരു സംശയമില്ല. ഇനിയും വരാറുണ്ട് ഇതിനെ കുറിച്ച് പഠിച്ചിട്ട്. ഓക്കെ, അപ്പോ ഓക്കെ, താങ്ക് യു.